ക്രിസ്മസിന് പിൻപ് രണ്ടാം ഞായറാഴ്ചയിലേക്കുള്ള ചിന്താവിഷയമാണ് നാം ധ്യാനിക്കുന്നത്. മലയാള സാഹിത്യ നിരൂപകനും കൊല്ലം SN കോളേജ് അധ്യാപകനുമായിരുന്ന ശ്രീ KP അപ്പൻ അദ്ദേഹം രചിച്ച പുസ്തകമായ ബൈബിൾ വെളിച്ചത്തിന്റെ കവചം എന്ന പുസ്തകത്തിലൂടെ തന്റെ ജീവിതത്തിൽ ബൈബിൾ ചെലുത്തിയ സ്വാധീനത്തെ പറ്റി വർണ്ണിക്കുന്നുണ്ട്. ഈ സത്യകൂടാരത്തിന്റെ സാക്ഷിയാകുവാൻ ഞാൻ എന്നും ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ജനുവരി 6 മഹത്വ പ്രകാശ നാളായിട്ട് സഭ ആചരിക്കുകയാണ്. ഡേ ഓഫ് എപ്പിഫനി. എന്താണ് മഹത്വ പ്രകാശം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്? യേശു ലോകത്തിന് തന്നെ വെളിപ്പെടുത്തിയതാണ് മഹത്വ പ്രകാശ നാളിലൂടെ നാം മനസ്സിലാക്കുന്നത്. മാനിഫെസ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ടു ദ പീപ്പിൾ. ലോകത്തിന് എങ്ങനെയാണ് യേശു ക്രിസ്തു വെളിപ്പെട്ടത്? വിവിധ പാരമ്പര്യങ്ങൾ, വ്യത്യസ്തങ്ങളായ വേദപുസ്തക ഭാഗങ്ങളെ ആസ്പദമാക്കിയാണ് ക്രിസ്തു ലോകത്തിനെ വെളിപ്പെടുത്തിയത് മനസ്സിലാക്കുന്നത്. പ്രൊട്ടസ്റ്റന്റ് സഭകൾ യേശുകുഞ്ഞിനെ കാണുവാൻ വേണ്ടി വന്ന വിദ്വാൻമാരുടെ യാത്രയെ, വിദ്വാൻമാർ യേശുകുഞ്ഞിനെ കാണുവാൻ വന്നത് മഹത്വ പ്രകാശമായിട്ട് കണക്കാക്കുന്നു. എന്നാൽ ഈസ്റ്റേൺ സഭകൾ യേശുവിന്റെ സ്നാനത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കത്തോലിക്ക സഭ കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കുന്നതും മഹത്വ പ്രകാശത്തിന്റെ ദർശനമായിട്ട് ചിന്തിക്കുന്നു. മഹത്വ പ്രകാശത്തിന് തൊട്ട് മുൻപുള്ള ഞായറാഴ്ചയായ ജനുവരി 4 നാം ചിന്തിക്കുന്ന വിഷയം സകലരോടുമുള്ള ദൈവസ്നേഹത്തിന്റെ വെളിപ്പാട് എന്നുള്ളതാണ്. അൺവെയിലിംഗ് ഗോഡ്സ് ലവ് ടു ഓൾ. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്ന ദൈവമാണോ? പഴയ നിയമ പശ്ചാത്തലത്തിൽ പലരും ഈ ചോദ്യം ഉന്നയിക്കാറുണ്ട്. പഴയ നിയമത്തിൽ 2 വ്യത്യസ്തമായ ധാരകൾ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന് പർട്ടിക്കുലറിസം, അതായത് ഇസ്രായേലിനോടുള്ള പ്രത്യേക മമത പുലർത്തുന്ന ദൈവം. രണ്ടാമത്തേത് യൂണിവേഴ്സലിസം, എല്ലാവരെയും സ്നേഹിക്കുന്നവനായ ദൈവം. പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേൽ ജനതയെ വിളിക്കുന്നു. ആ ജനതയോടുള്ള പ്രത്യേക കരുതലൊക്കെ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ വേദപുസ്തകത്തിൽ ഉടനീളം ദൈവത്തിന്റെ അനന്തമായ സ്നേഹം എല്ലാവരുടെ മേലും ചൊരിയുന്നതും ദൃശ്യമാണ്. ഇന്നത്തെ പാഠഭാഗങ്ങളുമായുള്ള ബന്ധത്തിൽ ദൈവസ്നേഹത്തിന്റെ വെളിപ്പെടുത്തൽ നമ്മൾ ചെലുത്ത സ്വാധീനത്തെ പറ്റി ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് ഇന്നത്തെ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നത് നമ്മുടെ വിളിയെ പറ്റി ദൈവസ്നേഹത്തിന്റെ വെളിപ്പെടുത്തൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇറ്റ് റിമൈൻസ് us to remember our call. നമ്മുടെ വിളിയെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തൽ നൽകുകയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത് നാം കാണുന്നു. അബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേർ വലുതാക്കും. അതോടൊപ്പം മറ്റൊരു അനുഗ്രഹവും ദൈവം അബ്രഹാമിന് നൽകുന്നു, നിന്നാൽ സകല ജനതകളും അനുഗ്രഹിക്കപ്പെടും. അതായത് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ വിളിയെക്കുറിച്ച് ബോധ്യമുള്ളവരായി ലോകത്തിന്റെ അനുഗ്രഹമായി ജീവിക്കുവാൻ വേണ്ടിയാണ്. 20-ാം നൂറ്റാണ്ടിനെ വളരെയധികം സ്വാധീനിച്ച ഒരു ദൈവശാസ്ത്രജ്ഞനായിരുന്നു കാൾ നോർത്ത്. അദ്ദേഹത്തിന്റെ വാർദ്ധക്യ വേളയിൽ അദ്ദേഹത്തെ സന്ദർശിച്ച ചിലർ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, താങ്കൾ അനേക പുസ്തകങ്ങൾ രചിച്ചു,
എന്നാൽ താങ്കൾ ജീവിതത്തിൽ പറയുവാൻ ശ്രമിച്ചതിനെ എങ്ങനെ ഒറ്റ വാക്കിൽ, ഒറ്റ വാചകത്തിൽ പറയുവാൻ സാധിക്കും? അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയുടെ മടിയിലിരുന്ന് കേട്ടുപഠിച്ച ഒരു കോറസ് ഉണ്ട്. ജീസസ് ലവ്സ് മീ, ദിസ് ഐ നോ, ഫോർ ദ ബൈബിൾ ടെൽസ് മീ സോ. യേശുവിനെ സ്നേഹിക്കുന്നുവെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ആ ദൈവസ്നേഹത്തിന്റെ പ്രദർശനമായി ജീവിക്കുവാൻ വേണ്ടി ദൈവം നമ്മെയും വിളിക്കുന്നു. ആ വിളിയെക്കുറിച്ച് ബോധ്യമുള്ളവരായി ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരണം. രണ്ടാമതായി, ദൈവസ്നേഹം വ്യക്തമായ ദർശനമുള്ളവരായി ജീവിക്കുവാൻ വേണ്ടി നമ്മെ സഹായിക്കുന്നതാണ്. ഇറ്റ് വിൽ ക്രിയേറ്റ് എ ക്ലിയർ വിഷൻ. വ്യക്തതയുള്ള ദർശനമുള്ളവരായി ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആര്? അപ്പോസ്തലനായ പൗലോസ് പറയുവാൻ വേണ്ടി ശ്രമിക്കുന്നത്, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് കഷ്ടതയ്ക്കോ പ്രയാസങ്ങൾക്കോ ദുഃഖങ്ങൾക്കോ വേദനകൾക്കോ ഒന്നിനും നമ്മെ അകറ്റുവാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവസ്നേഹത്തിന്റെ യഥാർത്ഥമായ വെളിപ്പെടുത്തൽ ശരിയായ ദർശനമുള്ളവരായി ജീവിക്കുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്നതാണ്. നമ്മോട് വൈരാഗ്യം പുലർത്തുന്നവരെയും നമ്മോട് സ്നേഹം പുലർത്തുന്നവരെയും ഒരേപോലെ സ്നേഹിക്കുവാൻ നമ്മെ വെല്ലുവിളിക്കുന്നതാണ്. ആ വ്യക്തമായ ദർശനമുള്ളവരായി ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകണം. മൂന്നാമതായി, ദൈവത്തിന്റെ സ്നേഹം ദൗത്യത്തിൽ പങ്കാളികളായി തിരുവാൻ തക്കവണ്ണം നമ്മെ വിളിക്കുന്നതാണ്. It will strengthen us to participate in mission. ഇന്ന് സുവിശേഷ ഭാഗമായി വായിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ കർത്താവ് പറയുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ദൈവത്തിന്റെ സ്വഭാവമാണ് സ്നേഹം. വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ വാക്യം തന്നെ അതാണ് നമ്മെ ഓർപ്പിക്കുന്നത്. ദൈവം സ്നേഹം തന്നെ. ഗോഡ് ഈസ് ലവ്. ദൈവസ്നേഹത്തിന്റെ പ്രദർശനമായി തീരുമ്പോഴാണ് നമ്മുടെ ജീവിതം ദൗത്യമായി പരിണമിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിന് ദൈവസ്നേഹത്തിന്റെ വെളിപ്പെടുത്തൽ നൽകുന്നവരായി ജീവിക്കുവാൻ നമുക്ക് സാധ്യമാകണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥവത്തായി തീരുന്നത്. അതിന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേ ലോകത്തിന് ദൃശ്യമാക്കുവാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചാക്കിയിരിക്കുന്നു. ദൈവസ്നേഹത്തിന്റെ വെളിപ്പാട് ലോകത്തിന് നൽകുന്നവരായി ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ സ്നേഹത്തെ കുറിച്ച് വ്യക്തമായ ബോധ്യം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കുറിച്ചുള്ള അങ്ങയുടെ വിളിയെ പറ്റിയും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദർശനങ്ങളെ പറ്റിയും ഞങ്ങൾ ദൗത്യത്തിൽ പങ്കാളികളായി അങ്ങയോടൊപ്പം ജീവിക്കേണ്ടതിനെ പറ്റിയും ആവശ്യമായ തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ നയിക്കുമാറാകണം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.